ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത വാക്ക് അച്ഛന്റെ മനസ്സിൽ നിന്ന് വീണു. അതിനുശേഷം അച്ഛൻ മരിച്ചിട്ട് പോലും അച്ഛന്റെ ബോഡി പോലും കാണണമെന്ന് എനിക്ക് തോന്നിയില്ല. മുറിവുകൾ ഒരുപാട് ഒരിക്കലും നമ്മൾ ഹീലായി എന്ന് വിചാരിക്കുന്നിടത്തുനിന്ന് വീണ്ടും തോണ്ടി തോണ്ടി വലുതാക്കപ്പെടുന്ന വ്രണമായിട്ട് അങ്ങനെ. അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന ഇന്നസെന്റ് ചേട്ടനോട് ഞാനത് സൂചിപ്പിച്ചു. ചേട്ടനോട് പറഞ്ഞു, ഒരു അമ്മയുടെ ജനറൽ ബോഡി നടക്കുമ്പോൾ തന്നെ പറഞ്ഞു. അങ്ങനെ അമ്മ സംഘടനയിലെ രണ്ട് പെണ്ണുങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ കടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് മറ്റാരും തമ്മിലല്ല, ലക്ഷ്മി പ്രിയയും ഉഷയും തമ്മിലാണ്. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവര് തമ്മിൽ ഇപ്പൊ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല കേട്ടോ, മതത്തിന്റെ പേരിലാണ്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പറയുന്ന ലക്ഷ്മി പ്രിയെ തന്നെ ഉഷയെ വെറുതെ ഒന്ന് കയറി ചൊറിഞ്ഞതാണ്. ഉഷ തിരിച്ച് നല്ലോണം അങ്ങോട്ട് അണ്ണാക്കി തന്നെ കൊടുത്തു. അതോടെ ഫ്രസ്ട്രേഷൻ മൂത്ത ലക്ഷ്മി പ്രിയ എന്ത് ചെയ്തെന്ന് അറിയോ? ഇന്നലെ ഉഷയ്ക്കെതിരെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ടു. ആ പോസ്റ്റിന്റെ ചെറിയൊരു ഭാഗം ഞാനൊന്ന് വായിച്ചുതരാം. ശ്രീമതി ഉഷ ഹസീനയോട് 23 വർഷമായി ഒരേ ഭർത്താവിന്റെ ഒരേ ഒരു ഭാര്യയാണ് ഞാൻ. ഹിന്ദു ഭർത്താവിന് വേണ്ടി ലക്ഷ്മിയും കാര്യങ്ങൾക്ക് ശേഷം മുസ്ലിം ഭർത്താവിന് വേണ്ടി സെബീനയായി തുടരുകയും ചെയ്യുന്നവളല്ലേ ലക്ഷ്മി പ്രിയ. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേരിൽ ഉള്ളതുപോലെ രണ്ട് വെള്ളത്തിലല്ല കാലി. ഇങ്ങനെ തുടങ്ങുന്ന ഈ പോസ്റ്റ്. ഞാൻ ഈ പോസ്റ്റ് തുടർന്ന് വായിച്ചു തരാം. പക്ഷെ ഞാനിനി തുടർന്ന് വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള സംഭവങ്ങൾ എന്താണ് ഏതാണെന്നുള്ളതിന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് വേണം. അപ്പൊ എന്താണ് ഉഷയും ലക്ഷ്മിപ്രിയയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഇതുവരെ സംഭവിച്ചതെന്നുള്ളത് നമുക്കൊന്ന് പറയാം, എന്നിട്ട് ബാക്കി പോസ്റ്റ് വായിക്കാം. ഇവര് തമ്മിൽ ആദ്യമായി പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇന്നലെയും അല്ല കേട്ടോ, 5 മാസം മുമ്പെയാണ്. അന്ന് ഈ പറയുന്ന ലക്ഷ്മിപ്രിയ ഒരു ചാനൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂക്കിടെ ലക്ഷ്മിപ്രിയ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അറിയാലോ, ലക്ഷ്മിപ്രിയ പണ്ട് മുസ്ലിം ആയിരുന്നു, സെബീന എന്നായിരുന്നു പേര്. പിന്നീട് ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ച സാഹചര്യത്തിൽ ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ആവുകയായിരുന്നു ഈ പറയുന്ന ലക്ഷ്മിപ്രിയ. അങ്ങനെയാണ് ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന പേര് ചേർക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കുകയായിരുന്നു ലക്ഷ്മിപ്രിയ. ആ സംസാരത്തിനിടെ ലക്ഷ്മിപ്രിയ ഒരു പരാമർശം നടത്തി. എന്താണത്? ഞാൻ ചെറുപ്പം തൊട്ട് ഖുർആൻ പഠിച്ചിട്ടില്ല. എനിക്ക് അറബി അക്ഷരങ്ങൾ കാണുന്ന സമയത്ത് ജിലേബി ജിലേബി എന്നാണ് ഓർമ്മ വരുന്നത്. എന്നെ വളർത്തിയത് എന്റെ അച്ഛന്റെ അമ്മ ആയതുകൊണ്ട് തന്നെ അവരാരും എന്നെ മതം പഠിപ്പിക്കാൻ തുനിഞ്ഞിട്ടില്ല. മാത്രവുമല്ല ചെറുപ്പം തൊട്ട് എന്നെ തിരിഞ്ഞു നോക്കാത്ത എന്റെ മാതാപിതാക്കളോട് എനിക്ക് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല എന്നുള്ള രീതിയിൽ അന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ അന്ന് വൻ രീതിയിൽ വിവാദമായി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്ത പശ്ചാത്തലത്തിൽ ഒരിക്കൽ ഏതൊരു അമ്മ സംഘടനയുടെ പരിപാടിക്കിടയിൽ ഈ പറയുന്ന ഉഷയും ലക്ഷ്മിപ്രിയയും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഉഷ ലക്ഷ്മിപ്രിയ കൊടുത്ത ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിപ്രിയയോട് ഒരു ഉപദേശം നൽകി. ഇങ്ങനെ ജനിച്ച മതത്തെയും സ്വന്തം അച്ഛനെയും അമ്മയെയും തള്ളി പറയുന്ന രീതിയിൽ ഇന്റർവ്യൂ കൊടുത്തത് ഒട്ടും ശരിയായില്ല എന്നുള്ള രീതിയിൽ ലക്ഷ്മിപ്രിയക്ക് ആ ഒരു ഉപദേശം അങ്ങ് തീരെ പിടിച്ചില്ല. ഇതോടെ ലക്ഷ്മിപ്രിയ എന്താക്കി, ഇനി ഒരു ജിഹാദി ആണെന്നുള്ള രീതിയിൽ ഉഷയോട് അങ്ങോട്ട് തിരിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഫൈറ്റിന്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് ഈ ഫൈറ്റ് വലുതായി എന്നല്ലാതെ പിന്നെ ഇവർ രണ്ടാളും തമ്മിൽ നന്നായിട്ടില്ല. എപ്പോ കാണുമ്പോഴും കീരിയും പാമ്പും പോലെയാണ്. എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലക്ഷ്മിപ്രിയ അമ്മ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നത്. അതിന് പിന്നാലെ ലക്ഷ്മിപ്രിയ എന്ത് ചെയ്തു? ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ലക്ഷ്മിപ്രിയക്ക് വിരോധമുള്ള 3 ആളുകളുടെ പേര് പരാമർശിച്ചുകൊണ്ടായിരുന്നു ആ പോസ്റ്റ്. എന്താണ് ആ പോസ്റ്റ്? കാരടി ഓമന, പൊന്നമ്മ ബാബു, ഉഷ, ഈ 3 പേരും ഞാൻ മരിച്ചാൽ പോലും എന്റെ വീട്ടിലേക്ക് വരരുത്, എന്നെ കാണാൻ വരരുത് എന്നുള്ള രീതി. ചുമ്മാ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. എന്തായാലും ലക്ഷ്മിപ്രിയയുടെ ഈ പോസ്റ്റ് കണ്ട് ഉഷ വെറുതെ ഇരുന്നില്ല, തിരിച്ച് നല്ലൊരു പോസ്റ്റ് അങ്ങോട്ടും കാച്ചി. സ്വന്തം മാതാപിതാക്കളെയും മതത്തെയും തള്ളി പറഞ്ഞ് നീ ഒന്ന് ചത്താ പോലും ഞങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഉഷ അങ്ങോട്ട് തിരിച്ചു മറുപടിയും പറഞ്ഞു. ഇത് കണ്ട് ഫ്രസ്ട്രേഷൻ മൂത്ത് ലക്ഷ്മിപ്രിയ എന്താക്കി, വീണ്ടും ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ട്. ആ പോസ്റ്റിന്റെ തുടക്ക ഭാഗമാണ് നമ്മൾ നേരത്തെ വായിച്ചത്. നമുക്ക് എന്തായാലും തുടർന്നൊന്ന് വായിച്ചു നോക്കാം. ശ്രീമതി ഉഷ ഹസീനയോട് 23 വർഷമായി ഒരേ ഭർത്താവിന്റെ ഒരേ ഒരു ഭാര്യയാണ് ഞാൻ. ഹിന്ദു ഭർത്താവിന് വേണ്ടി ലക്ഷ്മിയും കാലങ്ങൾക്ക് ശേഷം മുസ്ലിം ഭർത്താവിന് വേണ്ടി സബീനയായി തുടരുകയും ചെയ്യുന്നവളല്ലേ ലക്ഷ്മിപ്രിയ. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേരിൽ ഉള്ളതുപോലെ രണ്ട് വെള്ളത്തിലല്ല കാല്. ഹിന്ദു എന്ന് പേര് കൊണ്ട് തോന്നിപ്പിക്കുന്ന ഉഷയും മുസ്ലിം എന്ന് തോന്നിപ്പിക്കുന്ന ഹസീനയുമല്ല ലക്ഷ്മിപ്രിയ. ഒരേ ഒരു ഐഡന്റിറ്റി, സനാതന ധർമ്മ വിശ്വാസിയായ ലക്ഷ്മിപ്രിയ. നിങ്ങളെ പോലെ ചിലർക്ക് ഉഷയും ചിലർക്ക് ഹസീനയുമല്ല. എന്റെ മത സ്വാതന്ത്ര്യം ഭരണഘടന എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ഓക്കെ, ഉഷയെ രണ്ട് വെള്ളത്തിൽ ചവിട്ടുന്നവൾ എന്നൊക്കെയാണ് ഇവിടെ ലക്ഷ്മിപ്രിയ പരിഹസിക്കുന്നത് അല്ലേ. ഉഷയുടെ ജീവചരിത്രം അറിയാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പോസ്റ്റ് മനസ്സിലായിട്ടുണ്ടാകും, അല്ലാത്തവർക്ക് ഈ പോസ്റ്റ് മനസ്സിലാക്കാൻ സാധ്യതയില്ല. ആക്ച്വലി ഉഷയുടെ മുഴുവൻ പേരെന്താ? ഉഷ ഹസീന എന്നുള്ളതാണ്. പക്ഷെ ഇവർ മുസ്ലിമുമാണ്. എന്തായാലും ഇത്രയുമായി ചിന്തിക്കും നമുക്ക് ഉഷ ഹസീനയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് നോക്കാം. എന്നിട്ട് നമുക്ക് പോസ്റ്റിന്റെ ബാക്കി കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ആക്ച്വലി പറയുന്ന ഉഷ മമ്മൂട്ടിയുടെ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന സിനിമയിൽ നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ കോട്ടയം കുഞ്ഞച്ചനിൽ മാത്രമല്ല, ഐ തിങ്ക് മോഹൻലാലിന്റെ കിരീടം എന്ന സിനിമയിലും ഇവർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല കിടിലൻ അഭിനേത്രിയാണ്. അങ്ങനെ അഭിനയം എല്ലാം തകൃതിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് കോട്ടയം കുഞ്ഞച്ചന്റെ ഡയറക്ടർ ആയിട്ടുള്ള TS സുരേഷ് ബാബുവുമായിട്ട് ഈ പറയുന്ന ഉഷ പ്രണയത്തിലാവുന്നത്. ഈ TS സുരേഷ് ബാബു ഹിന്ദു ആണ്, ഉഷ മുസ്ലിമുമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടാളുടെയും വീട്ടിൽ ഈ പ്രണയം ആക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെ എന്താക്കി, ഇവർ രണ്ടുപേരും ഒളിച്ചോടി കല്യാണം കഴിക്കുകയായിരുന്നു. ഇത് അന്ന് വൻ ചർച്ചാ വിഷയമൊക്കെ ആയി മാറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവർ രണ്ടുപേരും ഒളിച്ചോടിയ സാഹചര്യത്തിൽ ഉഷയുടെ മാതാപിതാക്കൾ ഉഷയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയത് മമ്മൂട്ടിയുടെ അടുത്തേക്കായിരുന്നു. നിങ്ങൾ എങ്ങനെയെങ്കിലും അവളോട് സംസാരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് അവളെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ഉഷയുടെ മാതാപിതാക്കൾ മമ്മൂക്കിയോട് റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ മമ്മൂക്ക
എന്താക്കി ഉഷയെ ഒന്ന് ഉപദേശിക്കാൻ നോക്കി. ഈ പ്രണയമെല്ലാം ഉപേക്ഷിച്ച് തിരിച്ച് മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഉഷ അത് ചെവിക്കൊണ്ടില്ല. ഉഷയ്ക്ക് ഈ പറയുന്ന ടി.എസ്. സുരേഷ് ബാബുവിന്റെ കൂടെ തന്നെ ജീവിച്ചാൽ മതി എന്നായി. അതോടെ മമ്മൂക്കൊക്കെ മനസ്സിലായി ഇവിടെ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല, ഇവിടെ തിരിച്ചു വരില്ല എന്നുള്ളത്. അതോടെ മമ്മൂക്കൊക്കെ ഉഷയോട് വൻ വൈരാഗ്യമായി മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ കുറച്ചു കാലം ഈ പറയുന്ന ഉഷ എന്താക്കി ടി.എസ്. സുരേഷ് ബാബുവിന്റെ ഭാര്യയായി ജീവിച്ചു. അന്നേരം ഒന്നും ഈ പറയുന്ന ഉഷ ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല കേട്ടോ. മുമ്പൊരിക്കൽ ഞാൻ ഈ ഉഷയുമായി സംസാരിച്ച സമയത്ത് അവർ ഹിന്ദു ആയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കാണ്. ഇവരൊരിക്കൽ പോലും മതം മാറിയിട്ടില്ല. ഒരു ഹിന്ദു ആയിട്ടുള്ള ഭർത്താവിന്റെ കൂടെ താമസിച്ച സാഹചര്യത്തിലും ഇവരൊരിക്കൽ പോലും മതം മാറിയിട്ടില്ല. പക്ഷെ ഉഷയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ എടുത്തൊരു മോശം തീരുമാനങ്ങളിലൊന്നായിരുന്നു ടി.എസ്. സുരേഷ് ബാബുവിനൊപ്പം ജീവിക്കുക എന്നുള്ളത്. കാരണം അതിനുശേഷം കരിയർ വൈസ് ആണെങ്കിലും ജീവിതത്തിലാണെങ്കിലും പ്രത്യേകിച്ച് ഉയർച്ചകളൊന്നും ഉഷയ്ക്ക് നേടാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മമ്മൂക്ക് ഉഷയോട് ചെറിയൊരു വൈരാഗ്യമൊക്കെ തോന്നാൻ തുടങ്ങി എന്നുള്ളത്. അത് കാരണം എന്ത് ചെയ്തെന്ന് അറിയോ? ഉഷയുടെ പല സിനിമയിലുള്ള അവസരങ്ങളും മമ്മൂക്ക തന്നെ ഇടപെട്ട് മുടക്കി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഉഷ ഒരു പണ്ടൊരു ഇന്റർവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. എവിടെയോ ഞാൻ വായിച്ചതാണ്, മലയാളത്തിന്റെ മെഗാതാരം ചേച്ചിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നൊരു കമന്റ് ഞാൻ ഇങ്ങനെ കണ്ടു. അത് ഞാനും ഈ കമന്റിൽ വായിച്ചു. മമ്മൂക്കന്റെ അവസരം ഇല്ലാണ്ടാക്കാൻ, അവസരമില്ല, മമ്മൂക്കയുടെ ഈഗോ കാരണം അവസരം ഇല്ലാണ്ടാക്കി. അതെനിക്ക് മനസ്സിലായില്ല എന്താണ് അങ്ങനെ എഴുതിയത്. പക്ഷെ എനിക്ക് ഞാനും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചില പടങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാനത് അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന ഇന്നസെന്റ് ചേട്ടനോട് ഞാനത് സൂചിപ്പിച്ചു. ചേട്ടനോട് പറഞ്ഞു, ഒരു അമ്മയുടെ ജനറൽ ബോഡി നടക്കുമ്പോൾ തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ എല്ലാവരും എന്നോട് പറയുന്നു. അപ്പൊ പറഞ്ഞു ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട ചോദിക്കണ്ട, മമ്മൂക്കായി ഉണ്ട് അവിടെ, ജനറൽ ബോഡിക്ക് എല്ലാവരും ഉണ്ടാവും, വേണ്ട ചോദിക്കണ്ട. എനിക്കതിൽ സങ്കടമൊന്നുമില്ല, പിന്നെ പരാതിയില്ല എന്ന് മമ്മൂക്കായോട് പറയണം. കാരണം ഞാനും മമ്മൂക്കായും ഒക്കെ വിശ്വസിക്കുന്ന ഒരു പടച്ചവനുണ്ടല്ലോ, ആ പടച്ചവൻ വിചാരിച്ചാലേ എനിക്ക് എന്തും കിട്ടൂ എന്നാണ്. ഓക്കെ, അതാണ്. അപ്പൊ പണ്ട് മമ്മൂക്ക ഇടപെട്ട് തന്റെ സിനിമയിലുള്ള അവസരങ്ങളൊക്കെ മുടക്കിയിട്ടുണ്ടായിരുന്നത് തന്നെയാണ് ഇവിടെ ഉച്ച പറഞ്ഞു വെക്കുന്നത് അല്ലേ? മമ്മൂക്ക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശം കാര്യം തന്നെയാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്. എന്തായാലും അതിനുശേഷം സുരേഷ് ബാബുവിനൊപ്പം ഒളിച്ചോടി കെട്ടിയ ഉഷക്ക് പ്രത്യേകിച്ച് നല്ലൊരു ദാമ്പത്യം ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ചു കാലം അവർ ഒരുമിച്ച് ജീവിച്ചു. അങ്ങനെ അതിനുശേഷം ഉഷ ബോൾഡ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്. ഇനി സുരേഷ് ബാബുവിനൊപ്പം ജീവിക്കുന്നില്ല, ഡിവേഴ്സ് ആക്കാന്നുള്ളത്. അങ്ങനെയാണ് ടി.എസ്. ബാബുവും ഉഷയും തമ്മിൽ വേർപിരിയുന്നത്. അങ്ങനെ ആ വേർപിരിയലിന് ശേഷം കുറച്ചു കാലം ഉഷ ഒറ്റക്കായിരുന്നു താമസിച്ചിരുന്നത്. അതിനുശേഷം ഉഷയുടെ മാതാപിതാക്കൾ ഉഷയെ തിരിച്ച് സ്വീകരിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഉപ്പയുടെ താല്പര്യപ്രകാരം തന്നെ ഉഷ തന്റെ ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള നാസിർ എന്ന് പറയുന്ന ഒരാളെ വിവാഹം കഴിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉഷ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടോക്കാം. അല്ല, വാപ്പി മരിക്കുന്നതിന് 7 വർഷം മുമ്പ് കല്യാണം തീരുമാനിച്ചു വെച്ചതാണ്. അത് കഴിഞ്ഞ് 18 വർഷം കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുന്നത്. സുരേഷ് ബാബുവിന്റെ ഇഷ്യൂ കഴിഞ്ഞ് 18 വർഷം കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നത്. അപ്പൊ നാസിറായിട്ടുള്ള കല്യാണം ഞങ്ങളുടെ കല്യാണം 2011 അപ്പൊ 2011 7 വർഷം മുമ്പ് വാപ്പി ഉള്ളപ്പോ വാപ്പി ഭയങ്കര ഇഷ്ടമാണ് നാസിനെ. അങ്ങനെ അസീമിന്റെ അനീസിനെ കൂട്ടുകാരനാണല്ലോ. ഞാൻ വീട്ടിലൊക്കെ വരും, തീരുമാനിച്ചു വെച്ചാൽ കല്യാണം ഇവരെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട്. പക്ഷെ ഞാൻ നീ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. പിന്നെ വാപ്പിയുടെ മരിപ്പ് കഴിഞ്ഞപ്പം ആണ് കല്യാണം നടന്നത്. നമുക്ക് വാപ്പി മരിച്ചു കഴിഞ്ഞപ്പോ ഒരു എന്നെ സപ്പോർട്ട് ചെയ്യാനും എന്റെ കൂടെ എന്റെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കാനും ഒരാളുടെ ആവശ്യമുണ്ട് എന്ന് എനിക്കൊന്ന് മനസ്സിലായി. അതിന് തക്കതായ കാരണങ്ങളുണ്ട്. കുടുംബത്തിൽ നിന്ന് കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോ കല്യാണ ആലോചന ഉമ്മിച്ചു പറഞ്ഞു, അങ്ങനെ നമുക്ക് കല്യാണം പെട്ടെന്ന് നടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ വേറെ കല്യാണ ആലോചനകളൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല. എന്റെ ഈ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ച് വാപ്പി മരിച്ച സമയത്തൊക്കെ നാസ് ആലപ്പുഴയിൽ വരാറുണ്ട്, എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്, എന്റെ പരിചയത്തിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ പോകും. അപ്പൊ അതൊക്കെ എനിക്കറിയാം. അപ്പൊ അത് കല്യാണം നടക്കുന്നെങ്കിൽ വേറെ ഒന്നും ആലോചിക്കേണ്ട. അസീബൊക്കെ വേറെ ഗൾഫിൽ നിന്നും അമേരിക്ക വലിയ പ്രപ്പോസൽസ് ഒക്കെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞില്ല, എന്നെ കല്യാണം കഴിക്കാൻ കാത്തിരിക്കുന്ന ഒരാളുണ്ടല്ലോ, നാസിനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ. അങ്ങനെ പെട്ടെന്ന് ഇനി ഞാനങ്ങനെ വാക്ക് മാറി കളയുമോ എന്നുള്ള 10-20 ദിവസം കൊണ്ട് കല്യാണം നടത്തി. ഈ 16 വർഷം ഞാൻ വെറുതെ കളയണ്ടായിരുന്നു തോന്നിയപ്പോ ആ സമയം അങ്ങനെയൊന്നും എനിക്ക് തോന്നി. ഓക്കെ, വല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടോ ഈ നാസർ എന്ന് പറയുന്നത്. ചെറുപ്പം തൊട്ട് ഈ പറഞ്ഞ നാസറിന് ഉഷയോട് ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെയുള്ള ഉഷ മറ്റൊരുത്തന്നെ കൂടെ ഒളിച്ചോട് കെട്ടിയെന്ന് അറിഞ്ഞപ്പോഴും ഈ പറഞ്ഞ നാസർ വേറൊരു വിവാഹം കഴിക്കാൻ തയ്യാറായില്ല. ഉഷ തിരിച്ചു വരുന്നത് വരെ കാത്തിരുന്നു. അങ്ങനെ അവൾ തിരിച്ചു വന്നപ്പോൾ അവള് ഭാര്യയായിട്ട് സ്വീകരിച്ചു എന്നുള്ളതാണ്. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടോ. എന്തായാലും നാസറിനെ കിട്ടിയതിന് ശേഷം തനിക്ക് നല്ലൊരു ജീവിതമാണ് കിട്ടിയതെന്ന് ഉഷ തുടർന്ന് പറയുന്നുണ്ട്. വളരെ നല്ല കാര്യം, ദാമ്പത്യം നന്നായി തന്നെ പോകട്ടെ. അപ്പൊ ഇതൊക്കെയാണ് ഉഷയുടെ ജീവചരിത്രം എന്ന് പറയുന്നത്. ഇതിനെ വെച്ചുകൊണ്ടാണ് ലക്ഷ്മി പ്രിയ പോസ്റ്റ് ഇട്ട് കളിയാക്കിയത്. 23 വർഷമായി ഒരേ ഭർത്താവിന്
ഭർത്താവിന്റെ ഒരേ ഒരു ഭാര്യ മാത്രമാണ് ഞാൻ. ഹിന്ദു ഭർത്താവിന് വേണ്ടി ലക്ഷ്മിയും കാലങ്ങൾക്ക് ശേഷം മുസ്ലിം ഭർത്താവിന് വേണ്ടി സബീനായി തുടരുകയും ചെയ്യുന്നവളല്ലേ ഈ പറഞ്ഞ ലക്ഷ്മി പ്രിയ. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേരിലുള്ളത് പോലെ രണ്ട് വെള്ളത്തിലല്ല കാലി. ഹിന്ദു എന്ന പേര് കൊണ്ട് തോന്നിപ്പിക്കുന്ന ഉഷയും മുസ്ലിം എന്ന പേര് കൊണ്ട് തോന്നിപ്പിക്കുന്ന ഹസീനയുമല്ല ലക്ഷ്മി പ്രിയ. ഒരേ ഒരു ഐഡന്റിറ്റിയിൽ സനാതന ധർമ്മ വിശ്വാസിയായിട്ടുള്ള ലക്ഷ്മി പ്രിയ. നിങ്ങളെ പോലെ ചിലർക്ക് ഉഷയും ചിലർക്ക് ഹസീനയും ഒന്നുമല്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാർ പോസ്റ്റ് ഇട്ടത്. എന്തായാലും നമുക്ക് ലക്ഷ്മി പ്രിയ ഇട്ട പോസ്റ്റിന്റെ തുടർന്നുള്ള ഭാഗം കൂടി ഒന്ന് വായിച്ചു നോക്കാം. മാതാപിതാക്കന്മാര് തള്ളി പറഞ്ഞവളെന്ന് നിങ്ങൾ പറഞ്ഞ എന്റെ അച്ഛനെ വാപ്പയെ എന്റെ ജീവിതത്തിൽ 5-6 തവണ മാത്രം കാണാൻ വിധിക്കപ്പെട്ട പിതൃസ്നേഹത്തെ ഒടുവിൽ ക്യാൻസർ ബാധിതനായി തിരികെ ലഭിച്ചപ്പോൾ മുഴുവൻ ചികിത്സയും ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നൽകി പൊന്നുപോലെ മരണം വരെ നോക്കിയത് ഈ മകളാണ്. ചെട്ടിക്കുളങ്ങര അമ്മയെ കുലദൈവമായി കണ്ട വ്യക്തിയായിരുന്നു എന്റെ വാപ്പ. ഓക്കെ, സ്വന്തം മാതാപിതാക്കളെയും മതത്തെയും തള്ളി പറഞ്ഞ് നീ ചത്താ പോലും എനിക്ക് കാണാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉഷ ലക്ഷ്മിപ്രിയക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിനുള്ള ഒരു മറുപടി പോലാണ് ലക്ഷ്മിപ്രിയ ഇവിടെ പറഞ്ഞത്. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സ്വന്തം മാതാപിതാക്കളെ തള്ളി പറയാനുണ്ടായ ഒരു സാഹചര്യത്തെ കുറിച്ച് മുമ്പ് ഒരിക്കൽ ലക്ഷ്മിപ്രിയ കൊടുത്തൊരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. അതിൽ തന്റെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് കുറച്ചധികം ലക്ഷ്മിപ്രിയ സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് അതെന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഇനി അതിനെക്കുറിച്ച് ആദ്യമേ പറയാനാണെങ്കിൽ ലക്ഷ്മിപ്രിയയുടെ ചെറുപ്പത്തിൽ തന്നെ ലക്ഷ്മിപ്രിയയുടെ അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞതാണ്. അതിനെക്കുറിച്ച് ലക്ഷ്മിപ്രിയ പറയുന്ന ഭാഗം നമുക്കൊന്ന് കേട്ടോക്കാം. അച്ഛനും വളരെ ചെറിയ പ്രായത്തിലാണ് കല്യാണം കഴിച്ചത്. അമ്മയും വളരെ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ 13-14 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കുന്ന ഒരു കാലത്താണ്. മൂത്ത ചേച്ചി 14 വയസ്സിലെന്തോ ആണ് ജനിച്ചിരിക്കുന്നത്. അച്ഛനും ഒരു 17-18 വയസ്സൊക്കെ അച്ഛനും ഉണ്ടായിരുന്നുള്ളൂ. 21-22 വയസ്സിന്റെ ഉള്ളിൽ ഞങ്ങൾ 3 കുട്ടികളും ജനിച്ചു. അമ്മയ്ക്ക് 22-23 വയസ്സുള്ളപ്പോ അപ്പൂപ്പന് ക്യാൻസർ ആയിരുന്നു എന്റെ അമ്മയുടെ അച്ഛന്. ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന ഹരിപ്പാട. എന്റെ 2 വയസ്സിലത്തെ ഒരു ഇതാണ് എല്ലാരും പറഞ്ഞു കേട്ടിട്ടുള്ളത്, അതെനിക്ക് ഓർമ്മയില്ല. അപ്പോ അപ്പൂപ്പൻ അന്ന് ഈ ഫോൺ വിളിച്ച് പറയാതൊന്നും ഇല്ലല്ലോ. അപ്പൂപ്പൻ ഒരു മരിക്കുന്ന ഒരു സ്റ്റേജിലേക്കായി എന്ന് അറിഞ്ഞുകൊണ്ട് അപ്പൂപ്പന്റെ മൂത്ത മകളാണ് എന്റെ അമ്മ. അപ്പോ ആള് വന്നു, വിളിക്കാനായിട്ട് വന്നു. അപ്പൊ ഇവര് കായംകുളത്താണ്, എന്റെ അമ്മയുടെ വീട് കായംകുളത്താണ്. കായംകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവര് എന്റെ 2 ചേച്ചിമാര്, ഒരു കുട്ടിക്ക് എന്താ പറയാ എന്നെക്കാൾ 3.5 വയസ്സിന് ഗ്യാപ്പാണ് 3 പേരും. മൂത്ത ചേച്ചിക്ക് 7.5 വയസ്സ്, മറ്റേവക്കൊരു 5-5.5-6 വയസ്സിൽ താഴെ, എനിക്കൊരു 2 വയസ്സ്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ പിന്നെ കായംകുളത്തേക്ക് ബസ് കാത്ത് നിൽക്കുമ്പോ അച്ഛൻ പറഞ്ഞു മറ്റേ വിളിക്കാൻ വന്ന ആള് നേരത്തെ പോയി. അപ്പൊ 3 കുഞ്ഞുങ്ങളും അമ്മ എന്നെ എടുത്തിട്ടുണ്ട്, അമ്മയുടെ കയ്യിൽ ഞാൻ നിൽക്കുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ സിഗരറ്റ് വാങ്ങിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. വന്ന് എന്നെയും എടുത്തിട്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, അമ്മയുടെ കയ്യിൽ നിന്ന്. അച്ഛൻ അമ്മയോട് ചെയ്ത ഏറ്റവും വലിയൊരു ക്രൂരത, എന്നോടും ചെയ്ത ഏറ്റവും വലിയ ക്രൂരത അമ്മയുടെ അടുത്തുനിന്ന് എന്നെ പിരിച്ചതാണ്. അപ്പോ എന്നെ അച്ഛൻ കയ്യിലെടുക്കുന്നു, എടുത്തിട്ട് നേരെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ ഒരു കടയിലേക്ക് കയറുന്നതാണ് അമ്മ കാണുന്നത്. അപ്പൊ അമ്മയുടെ കാഴ്ചയെ മറച്ചുകൊണ്ട് ഒരു ബസ് വന്ന് ഇങ്ങനെ നിന്നിട്ട് പിന്നെ ഈ ബസ് ബെല്ലടിച്ച് വിട്ടുപോയി. കായംകുളത്തേക്ക് പോകേണ്ട പല ബസ്സുകളും വരുന്നു, അച്ഛൻ തിരിച്ചു വരുന്നില്ല, എന്നെയും കൊണ്ടുവരുന്നില്ല. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായി. 2 കുഞ്ഞു പിള്ളേരെയും കൈ പിടിച്ചോണ്ട് അമ്മ ക്രോസ് ചെയ്ത്, അമ്മയ്ക്ക് 22 വയസ്സേ ഉള്ളൂ, അമ്മ റോഡ് ക്രോസ് ചെയ്ത് ഈ കടയിലേക്ക് ചെല്ലുന്നു. ചിലപ്പോ ഇന്ന ഒരാള് വന്നിരുന്നില്ലെന്ന് ചോദിച്ചു. ആ കൊച്ചിനെ എടുത്തിട്ട് വന്ന ആളല്ലേ? അതെ. ആ ആള് സിഗരറ്റ് മേടിച്ചിട്ട് അപ്പൊ തന്നെ പോയല്ലോ. അപ്പൊ അടുത്ത് നിൽക്കുന്ന ആള് പറയാണെന്ന്, ആ ആള് ആലപ്പുഴയ്ക്കുള്ള ബസ്സിൽ കയറി പോയല്ലോ എന്ന്. ആ വന്ന് നിന്ന ബസ്സിൽ എന്നെയും കൊണ്ട് അച്ഛൻ അങ്ങ് പോയിട്ട് നേരെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് എന്നെ കൊടുത്തിട്ട് പറഞ്ഞു കായംകുളത്തുനിന്ന് ആര് വന്നാലും പൂവിനെ കൊടുക്കരുത്, ഞാൻ വരും എന്ന് പറഞ്ഞിട്ടാണ്. അച്ഛൻ ഭയങ്കര ഗുണ്ടായിസൊക്കെ ഉള്ള ആളാണ്, അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പം അച്ഛനക്ക് ഭയങ്കര പേടിയായി, അയ്യോ ഇനി കുഞ്ഞിനെ എങ്ങാനും കൊടുത്താൽ വല്ലതും പ്രശ്നമാവുമെന്ന്. അപ്പം എന്റെ ചിറ്റപ്പൻ മലയാളം അധ്യാപകനാണ്. അപ്പൊ അദ്ദേഹത്തിന് ജോലി സംബന്ധമായ ആവശ്യത്തിന് ആ ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അവിടുന്ന് പോകേണ്ടിയും വന്നു. അത് ടാറ്റ എന്ന് എഴുതിയിരിക്കുന്ന ചിറ്റപ്പനെയാണ്. അപ്പൊ ടാറ്റയുടെ ലത്തീഫ് ടാറ്റയുടെ ഓർമ്മയില് എന്നെ എന്ന് പറയുന്നത്, എന്റെ അച്ഛൻ എന്നെ കൊണ്ടുപോകുന്ന വഴി തന്നെ തലയൊക്കെ മൊട്ടയടിച്ചിട്ട് അച്ഛമ്മ തുണി തൊട്ടിൽ കെട്ടിയിട്ട് എന്നെ അതിനകത്ത് കിടത്തിയിരിക്കുന്നു. അപ്പൊ ഏതാ ഈ കുഞ്ഞ് ഉറങ്ങി കിടക്കുന്നു. അങ്ങനെ എന്നെ ആ തൊട്ടിൽ നിന്ന് എന്നെ കരഞ്ഞിട്ടുണ്ടാവാം, അപ്പൊ ഏറ്റെടുത്തതാണ്. അപ്പൊ ഇവരെല്ലാരും വന്ന് പല വിധത്തിലും അന്വേഷണങ്ങളൊക്കെ നടത്തിയെങ്കിലും ഹരിപ്പാട്ട് വീട്ടിൽ നിന്ന് പോയിരിക്കുകയാണല്ലോ, കുടുംബ വീട് അടച്ചിട്ടിട്ട് പോയിരിക്കുക. അതുകൊണ്ട് ഞാൻ എവിടെയെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അമ്മ എന്നെയും കൊണ്ട് പോയി എന്നുള്ള ഇതിൽ കുടുംബനാഥനാണ്. അച്ഛന് പലചരക്ക് കടകളുണ്ട്, ഫ്രൂട്ട്സിന്റെ ഷോപ്പുണ്ട്, കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ആള് ഒരു വൈകുന്നേരത്ത് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവാണ്. അപ്പൊ അമ്മ ഭയങ്കര അലറിക്കരച്ചിലായി, മണ്ണിൽ വീണ് ഉരുണ്ട് കരയുന്നു, ഭയങ്കര പ്രശ്നം. അപ്പൊ വിളിക്കാൻ വന്ന ആള് ഇവരെ കാണാത്തോണ്ട് തിരിച്ചു വന്നിട്ട് അമ്മയായിട്ട് വീട്ടിൽ പോവാണ് ചെയ്യുന്നത്. അപ്പൊ അപ്പൂപ്പന് 1-2 ദിവസങ്ങളിൽ അപ്പൂപ്പൻ മരിക്കുന്നു. പറക്കം മുറ്റാത്ത അനിയന്മാരാണ് അമ്മയ്ക്കുള്ളത്. അപ്പൊ ബന്ധുക്കളൊക്കെ കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും 2 കുട്ടികൾ ഉണ്ടല്ലോ, ഇനി അതിനെ അന്വേഷിച്ച് പോകണ്ട എന്ന് പറഞ്ഞ് അങ്ങനെയാണ്
അമ്മ എന്നെ അന്വേഷിക്കാതായത് എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ലക്ഷ്മിപ്രിയയുടെ ചെറുപ്പകാലത്ത് സംഭവിച്ചത് അല്ലേ? പക്ഷെ എന്റെ ചോദ്യം അതല്ല. അമ്മ കുഞ്ഞിനെ കാണാതായപ്പോ ഒരുപാട് തേടി അലിഞ്ഞു എന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ഈ തേടി അലിയുന്ന നമുക്ക് അറിയാമല്ലോ, അച്ഛൻ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് അച്ഛന്റെ ബന്ധു വീട്ടിലേക്കോ അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെ വീട്ടിലേക്കോ ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഉറപ്പായും അവർ അച്ഛമ്മയുടെ വീട്ടിൽ വന്ന് തെരഞ്ഞു വന്നിട്ടുണ്ടാവില്ലേ? എന്റെ ചോദ്യം അതാണ്. ചിലപ്പോൾ വന്നിട്ടുണ്ടാകും അല്ലേ? അന്നേരം കുട്ടിയോടെ ഇല്ല എന്ന് പറഞ്ഞ് അച്ഛമ്മ പറഞ്ഞു വെച്ചിട്ടുണ്ടാകും. വാട്ട് എവർ ഇറ്റ് ഈസ്. ഇങ്ങനെ ചെറുപ്പകാലത്ത് അമ്മയിൽ നിന്നും വേർപിരിഞ്ഞ് അച്ഛനോടൊപ്പം താമസം തുടങ്ങി ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയ. അന്നേരം ലക്ഷ്മിപ്രിയയുടെ പേര് സബീന എന്നാണ് കേട്ടോ, മുസ്ലിമാണ്. എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയയുടെ അച്ഛൻ വേറൊരു കല്യാണം കഴിക്കുന്നത്. അതോടെ തന്റെ അച്ഛൻ തന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്ന് ലക്ഷ്മിപ്രിയ തുടർന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ലക്ഷ്മിപ്രിയ പിന്നീടുള്ള ഒരുപാട് കാലം താമസിച്ചത് അച്ഛമ്മയോടൊപ്പമാണ്. എന്തായാലും അങ്ങനെയൊക്കെ അച്ഛമ്മയോടൊപ്പം പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് ഒരു 15-16 വയസ്സായ സമയത്ത് ലക്ഷ്മിപ്രിയക്ക് അമ്മയെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹം വരുന്നത്. അതോടെ ലക്ഷ്മിപ്രിയ എന്ത് ചെയ്തെന്ന് അറിയോ? കയ്യിലുള്ള സ്വർണം പണയം വെച്ചുകൊണ്ട് അമ്മയെ കാണാൻ പോകുന്നുണ്ട്. അമ്മയെ കാണാൻ പോവുക മാത്രമല്ല ചെയ്യുന്നത്, കുറച്ചു കാലം അമ്മയോടൊപ്പം താമസിക്കുന്നുമുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ലക്ഷ്മിപ്രിയ ഇന്റർവ്യൂവിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. അങ്ങനെ വരുമ്പോ ചേച്ചി പ്രസവിച്ച് കിടക്കുകയാണ്. ചേച്ചിയുടെ കയ്യിൽ ഒരു 10 ദിവസം പ്രായമൊക്കെ ആയ ഒരു കുഞ്ഞു ബാവയുണ്ട്. അപ്പൊ ഓരോരുത്തരായിട്ട് ഇദ്ദേഹമാണ് പേരെടുത്ത് വിളിക്കുന്നത്. അദ്ദേഹത്തിന് വീടാണല്ലോ, എല്ലാരെയും വിളിക്കുന്നു. അങ്ങനെ അമ്മയുടെ അടുത്ത് അവിടെ എവിടെ ഉമ്മിച്ച എവിടെയെന്ന് ചേച്ചിമാരുടെ അടുത്ത് ഉമ്മിച്ച വരും. മനസ്സിലായോ ഈ ആളിനെ? മനസ്സിലായോ? ചേച്ചിമാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുക, ഈ കൊച്ചു ഏതാണ്, ഇത് ഏതാണ്, മാമയുടെ അടുത്ത് ഇത്ര അധികാരം ആർക്കാണെന്നുള്ള രീതിയിൽ നിൽക്കുക. ഞാൻ വളരെ കാര്യമായിട്ട് അങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ ഓർക്കുന്ന അമ്മ ഇപ്പൊ വരും. നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള അമ്മമാരെ മാത്രമേ നമുക്ക് അറിയുള്ളൂ. പിരിഞ്ഞിരുന്നിട്ട് വരുമ്പോ സൂര്യപുത്രി സിനിമയൊക്കെയാണ് എന്റെ മനസ്സിൽ ഇപ്പൊ ഓടി വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ തരുന്നു. ഇതൊക്കെയാണ് എന്റെ മനസ്സിലുള്ള ഇമാജിനേഷൻ. പക്ഷെ അമ്മ വന്നിട്ട് അമ്മയുടെ അടുത്ത് അമ്മയ്ക്ക് ആരാ ഇത്, ഏതാ, അതൊക്കെയുള്ള രീതിയിൽ എന്റെ ഇങ്ങനെയൊക്കെ നോക്കുക. അപ്പൊ ഈ മാമൻ പറഞ്ഞു ഇത് പൂവാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഓ ശരി, ഇത്രയേ ഉള്ളൂ അമ്മയുടെ റിയാക്ഷൻ. ഒരു പക്ഷെ അമ്മയുടെ ഉള്ളിൽ ഒരു കടൽ ഇരമ്പുന്നുണ്ടായിരിക്കാം, എനിക്കറിയില്ല. ആ കടൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അമ്മയുടെ ഉള്ളിലുള്ള കടൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്കത് ഊഹിക്കാൻ പറ്റും. പിന്നെ 2-3 ദിവസമൊക്കെ അമ്മയുടെ കൂടെ നിന്നു. അപ്പൊ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അമ്മയൊന്ന് കുറച്ചുകൂടെ സ്നേഹമായിട്ട് എന്നോട് ഇടപെട്ടിരുന്നെങ്കിൽ, എനിക്ക് വാരി തന്നിരുന്നെങ്കിലൊക്കെ. അപ്പൊ എനിക്ക് വിഷമമുണ്ടായ മറ്റൊരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാല്, എന്റെ ചേച്ചിക്ക് യൂട്രസ് സംബന്ധമായ ഒരു വിഷയമായിട്ട് ഡോക്ടറെ അടുത്ത് പോകണം. കുറെ നാളുകൾക്ക് ശേഷം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അമ്മയെ മിസ് ചെയ്യും. ഈ വഴക്കും ഇവര് ഉദ്ദേശിക്കുന്നത് എന്തോ എനിക്ക് ഷെയറിനൊക്കെ വേണ്ടിയിട്ട് എന്നെ ഇവരെല്ലാവരുടെ പറഞ്ഞു വിട്ടു എന്നൊക്കെയാണ് ഇവര് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആക്സെപ്റ്റൻസ് കുറവാണ്, അവിടെ ഭയങ്കര കുറവാണ്. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അമ്മയെ മിസ് ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ അടുത്ത് പോകാറുണ്ടായിരുന്നു. ഒരു 2 വർഷത്തോളം ഞാൻ അമ്മയുടെ അടുത്ത് പോകാറുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ചേച്ചിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ചേച്ചിക്ക് 5 മണിക്ക് ഡോക്ടറെ അടുത്ത് പോകണം. അപ്പൊ അലാം വെച്ചിട്ടും അമ്മയ്ക്ക് പേടി. ആ പേടിയായിട്ട് അമ്മ ഉറങ്ങാതെ കാത്തു കിടന്നിട്ട് അമ്മ രാവിലെ ചേച്ചിയായിട്ട് ഡോക്ടറെ അടുത്ത് പോകുന്നു. കുറെ നാളുകൾക്ക് ശേഷം അപ്പൻഡിക്സിന്റെ സർജറി ആയിട്ട്, നേരത്തെ ഈ ഡെലിവറിക്ക് ശേഷം ഒറ്റയ്ക്ക് ഞാൻ കടന്നു പോയതുപോലെ തന്നെ ആ ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ജനറൽ വാർഡില് ഞാൻ ഒറ്റയ്ക്ക് കിടന്നിട്ടുണ്ട്. അപ്പോ സ്ത്രീ, അതായത് പുരുഷൻ, എന്റെ ടാറ്റ മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ ടാറ്റയ്ക്ക് അടുത്തിരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ടീനേജർ ആയതുകൊണ്ട് നമ്മൾ കുട്ടികളുടെ വാർഡിലല്ല, മുതിർന്ന സ്ത്രീകളുടെ വാർഡിൽ തന്നെയാണ്. അപ്പോ അടുത്തേക്ക് ചിറ്റപ്പന് വന്നിട്ട് ഇരിക്കാൻ പറ്റില്ല. എന്നെ നോക്കാൻ സ്ത്രീകൾ ആരും ഇല്ല. ആ അവസരത്തിൽ നമ്മുടെ ഡോക്ടേഴ്സ് സഹിതമൊക്കെ എന്റെ അമ്മയെ ഫോൺ വിളിക്കുകയും അമ്മ വരാൻ കൂട്ടാക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുറിവുകൾ ഒരുപാട്. ഒരിക്കലും നമ്മൾ ഹീലായി എന്ന് വിചാരിക്കുന്നിടത്തുനിന്ന് വീണ്ടും തോണ്ടി വലുതാക്കപ്പെടുന്ന വ്രണമായിട്ട് അങ്ങനെ. ഓക്കെ, ഇതൊക്കെയാണ് ലക്ഷ്മിപ്രിയക്ക് ചെറുപ്പകാലത്ത് അനുഭവിക്കേണ്ടി വന്ന ട്രോമാസ് എന്ന് പറയുന്നത്. ഇതിനുശേഷമാണ് ജയേഷ് എന്ന് പറയുന്ന വ്യക്തിയെ ലക്ഷ്മിപ്രിയ പരിചയപ്പെടുന്നതും ആ വ്യക്തിയുമായി പ്രണയത്തിലാകുന്നതും അവരെ കല്യാണം കഴിക്കുന്നതും അതിനുശേഷം ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ആകുന്നതും. അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് വിവാഹ ജീവിതം ആരംഭിച്ചതിന് ശേഷം കുറെ കാലത്തേക്കാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ലക്ഷ്മിപ്രിയെ തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലക്ഷ്മിപ്രിയക്ക് ഒരു 33 വയസ്സൊക്കെ ആയ സാഹചര്യത്തിൽ ഒരിക്കൽ അച്ഛന്റെ പുതിയ ഭാര്യ ലക്ഷ്മിപ്രിയയെ കോൺടാക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ലക്ഷ്മിപ്രിയയോട് പറയുകയാണ് അച്ഛന് ക്യാൻസർ ആണെന്നുള്ളത്. അതിനുശേഷം അച്ഛനെ കാണാൻ പോകുന്നുണ്ട് ലക്ഷ്മിപ്രിയ ഒരുപാട് കാലത്തിന് ശേഷം. ആ ഒരു അനുഭവം കൂടി ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടി കേട്ടോക്കാം. എന്റെ അച്ഛൻ 2ാമത് കല്യാണം കഴിച്ച കുഞ്ഞമ്മ പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ക്യാൻസർ ആണ് എന്ന് പറയുന്നുണ്ട്, ഞങ്ങള് ഫാദേഴ്സ് മുള്ളർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, മാംഗ്ലൂരേക്ക് പോവുകയാണ്, പൂവ് എത്രയും പെട്ടെന്നൊന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോ എനിക്ക് ഹസ്ബൻഡിന്റെ അടുത്ത് പറയാൻ പറ്റില്ല, എന്നെ ഇത്രയും വർഷവും തിരിഞ്ഞു നോക്കാത്ത ഒരു അച്ഛന് വേണ്ടിയിട്ട് ഇത്ര റിസ്ക് എടുത്തിട്ട്. കാരണം അപ്പൊ ട്രെയിനിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. നമ്മള് ഇങ്ങനത്തെ ഒരു അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് പോകണം എന്ന് പറയാൻ എന്നിലെ ഭാര്യയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ഗിൽറ്റി ഫീലിങ്സ്. എന്നാൽ എന്റെ ഹസ്ബൻഡ് അത് അറിഞ്ഞിട്ട് നീ പോയി കണ്ടോ എന്ന് പറയുന്നില്ല. അത്
ഇറ്റ്സ് ഓൾ അപ് ടു യു എന്നുള്ള ഭാവത്തിൽ ഏട്ടൻ ഇരിക്കുവാണ്. അപ്പോ ഞാൻ ഇങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സിന്റെ സിഇഒ ആയിരുന്ന അനിൽ സാർ ഉണ്ട്. അനിൽ സാർ ഞാൻ ഭയങ്കര കൂട്ടാണ്. അപ്പൊ അനിൽ സാറിന്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞാൻ അനിൽ സാറിന്റെ കോൾ എന്തോ ഷോയുടെ ഭാഗമായിട്ട് എന്തോ വന്നാണ്, ഞാൻ എന്താണോ താൻ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ അച്ഛന് സുഖമില്ല, ക്യാൻസർ ആണെന്ന് പറഞ്ഞു. പക്ഷെ അച്ഛന്റെ ശരീരപ്രകൃതി കാണുമ്പോൾ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അച്ഛൻ ഇതാണോ അസുഖം എന്ന് എനിക്ക് മുന്നേ സംശയമുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു, നമ്മളെ ജനിപ്പിച്ച ഒരു ബീജത്തിന്റെ കടപ്പാട് നമുക്ക് ഒരിക്കലും തീർക്കാൻ പറ്റില്ല, ഏത് ജന്മത്തിലും നമുക്ക് തീർക്കാൻ പറ്റില്ല. അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് താൻ ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് മറ്റൊന്നും നോക്കണ്ട, ഞാൻ വേണമെങ്കിൽ പ്രസിന്റെ സ്റ്റിക്കറോ ബോർഡോ എന്താന്ന് വെച്ചാൽ തരാം, പാസ് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം, താൻ എന്തായാലും പോണം എന്ന് പറഞ്ഞു. അങ്ങനെ അനിൽ സാറ് തന്ന ഒരു ധൈര്യത്തില് ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ അവിടെ പോയി ഡോക്ടേഴ്സിന്റെ അടുത്ത് സംസാരിച്ചു. ഇപ്പം ക്യാൻസർ 4th സ്റ്റേജിലാണ്. 11 ദിവസം കൂടി അച്ഛൻ ഇനി ജീവിച്ചിരിക്കുള്ളൂ, മാക്സിമം പോയാൽ 11 ദിവസമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. എനിക്ക് അച്ഛൻ്റെ അടുത്ത് അത് പറയാൻ പറ്റില്ലല്ലോ, എന്താണ് റിസൾട്ട് എന്ന് അറിയാനിരിക്കുന്ന ഒരാളുടെ അടുത്ത് എനിക്കത് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയും കോവിഡിന്റെ സെന്റേഴ്സ് ആയിട്ട് ഹോസ്പിറ്റൽസ് ഒക്കെ ഒഴിപ്പിക്കുന്ന സമയമാണ്, അച്ഛനെ നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് എയിംസിലേക്ക് വരാം, അമൃതയിലേക്ക് വരാം, എന്നിട്ട് നമുക്ക് ചെക്കപ്പ് ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വിധത്തിലൊക്കെ പിടിച്ചു നിന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്ക് പിന്നെ തിരിച്ചു പോകുന്നില്ലെങ്കിൽ അനിൽ സാർ തന്നെ വിളിച്ചു പറഞ്ഞിടോ ലോക്ക്ഡൌൺ ആണ് ആവാൻ പോകുന്നത്, ഇവർക്ക് കിട്ടുമല്ലോ ന്യൂസ് പെട്ടെന്ന് കിട്ടുമല്ലോ, അതുകൊണ്ട് താൻ ലോക്കായി പോകാൻ ചാൻസ് ഉണ്ട്, പോരുന്നെങ്കിൽ താൻ പെട്ടെന്ന് പോരണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് പിന്നെ പോന്ന് ഒരു 1 അവറിന്റെ ഉള്ളിൽ ലോക്ക്ഡൌൺ ആയി. പക്ഷെ അതിനുശേഷം അച്ഛന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് എയിംസിലേക്ക് കൊണ്ടുവന്നാൽ മോള് വിചാരിച്ചാൽ അച്ഛന്റെ എല്ലാ അസുഖവും മാറും എന്നുള്ളതാണ് അച്ഛന്റെ പ്രതീക്ഷ. എന്താണെങ്കിലും ഒരുപാട് റിസ്ക് എടുത്തിട്ട് അച്ഛനെ ഞാൻ എയിംസിലേക്ക് കൊണ്ടുവന്നു. ക്വാറന്റൈൻ നടപടികളെല്ലാം പൂർത്തീകരിച്ച് അച്ഛന് വേണ്ട എല്ലാ ട്രീറ്റ്മെന്റും ഞാൻ തന്നെ ചെയ്തു. ഏകദേശം ഒരു 1.5 വർഷത്തോളം ഒക്കെ അച്ഛനെ ഞാൻ പരിചരിച്ചു. പിന്നെയും അച്ഛന് ഹെൽത്ത് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത വാക്ക് അച്ഛന്റെ മനസ്സിൽ നിന്ന് വീണു. അതിനുശേഷം അച്ഛൻ മരിച്ചിട്ട് പോലും അച്ഛന്റെ ബോഡി പോലും കാണണമെന്ന് എനിക്ക് തോന്നിയില്ല. അത് ഇത്തിരി കടന്ന കൈയായി പോയി. അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തോ പറഞ്ഞോട്ടെ, ഇത്രയും നോക്കി പരിചരിച്ച സ്ഥിതിക്ക് മരിച്ചാൽ ഒരു നോക്കിയെങ്കിലും ഒന്ന് കാണാൻ പോകാമായിരുന്നു. എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ താല്പര്യം. അപ്പൊ ഇതൊക്കെയാണ് ലക്ഷ്മിപ്രിയയുടെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ലക്ഷ്മിപ്രിയയുടെ ജീവിതത്തിൽ നടന്ന ട്രാജഡികൾ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിപ്രിയയെ കുറിച്ച വാക്കുകളാണ് നമ്മൾ തൊട്ട് മുമ്പ് വായിച്ചത്. ഇനി ലക്ഷ്മിപ്രിയയുടെ വാക്കുകൾ നമുക്ക് തുടർന്നൊന്ന് വായിച്ചു നോക്കാം. ഇപ്പോഴും എന്റെ ഇത്തി അഥവാ എന്റെ ചേച്ചി നമസ്കരിച്ച് മടക്കി വെക്കാതെ പോകുന്ന മുസല്ലയിൽ ഇരുന്ന് ലളിത സഹസ്രനാമം ചൊല്ലാൻ എനിക്ക് കഴിയുന്നു എങ്കിൽ എന്റെ കുടുംബം മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്ന കുടുംബമാണ്. ഒരു മതവും പഠിപ്പിച്ചു കൊടുക്കാതെ ഞങ്ങൾ വളർത്തുന്ന ഞങ്ങളുടെ മകൾ എന്നും രാത്രികളിൽ ജീസസ് ക്രൈസ്റ്റിന്റെ മെല്ലിച്ച കയ്യിൽ അവളുടെ ഉണ്ണിക്കണ്ണനെ കിടത്തി പുതപ്പിച്ചുറക്കുന്നു എങ്കിൽ എന്റെ വീട് ഇതര മത ബഹുമാനത്തിന് ഉദാഹരണമാണ്. സർവോപരി മുസ്ലിമായ നിങ്ങളും ക്രിസ്ത്യാനിയായ പൊന്നമ്മ ബാബുവും എന്നിൽ നിന്നും പണം അടക്കം എല്ലാ സഹായവും കൈപ്പറ്റിയ അൻസിബ ഹസനും എന്റെ സുഹൃത്തുക്കളായിരുന്നുവെങ്കിൽ ഞാൻ മതം നോക്കാത്തവൾ തന്നെയാണ്. കലങ്ങിയില്ല എങ്കിൽ നല്ലതുപോലെ ഒന്നും കൂടി കലക്കി കുടിക്കാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക്സ്. നിങ്ങളെ ഞാൻ ജിഹാദി എന്ന് വിളിച്ചു എങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കുവില്ലച്ച, അതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. മൂട്ടിൽ മരമുറി വക്കീലിന് ഒരു മൈലേജ് ആവട്ടെ. ഇതാണ് ലക്ഷ്മിപ്രിയയുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇതിന് ഉഷ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇതിനുള്ള ഉഷയുടെ മറുപടി ഒന്ന് വായിച്ചു നോക്കാം. എല്ലയോ അടർക്കളത്തിലെ യോദ്ധാവേ, വലിയ ഉപദേശങ്ങളും ക്ലാസുകളുമായി ഇറങ്ങും മുമ്പ് സ്വന്തം സംസാര രീതി ഒന്ന് കണ്ണാടിയിൽ നോക്കി പരിശോധിക്കുന്നത് നന്നായിരിക്കും. വിയോജിക്കുന്നവരെല്ലാം കണ്ടപാട് ജിഹാദി എന്ന് വിളിച്ച് മുദ്ര കുത്താൻ താങ്കൾക്ക് കിട്ടിയ ആ ലൈസൻസ് എവിടുന്നാണ്? അത്ഭുതം തോന്നുന്നു. വായ തുറന്നാൽ വർഗീയ വിഷ മാത്രം തുപ്പുന്ന താങ്കൾ മറ്റുള്ളവർക്ക് നന്മയും മര്യാദയും പഠിപ്പിക്കാൻ നടക്കുന്നത് ശരിക്കും ഒരു കോമഡി ഷോ പോലെയാണ്. മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാൻ കാട്ടുന്ന ഈ ആവേശം സ്വന്തം വാക്കുകളിൽ ആ അഹങ്കാരവും കയ്പും ഒന്ന് കുറയ്ക്കാൻ കാണിച്ചിരുന്നെങ്കിൽ അത് എത്ര നന്നായേനെ. അന്യന്റെ മേൽ വിഷം വാരി എറിയുന്നതിന് മുമ്പ് സ്വന്തം സംസാരത്തിൽ ഈ നിലവാര തകർച്ചയെങ്കിലും ഒന്ന് ബോധ്യപ്പെട്ടാൽ നന്നായിരിക്കും. 1988 ശ്രീ ബാലചന്ദ്ര മേനോൻ സാർ മലയാള സിനിമയിൽ എന്നെ നായികയായി പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഇട്ട പേരാണ് ഉഷ ഹസീന അനീഫ് എന്ന. ഞാൻ അന്ന് മുതൽ ഉഷ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഓ, അപ്പൊ അങ്ങനെയാണ് ഉഷ എന്ന പേര് വന്നത് അല്ലേ? ഞാൻ ഇത്രയും കാര്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പറയുന്ന ഉഷ പണ്ട് സുരേഷ് ബാബുവിനെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് സ്വീകരിച്ച പേരാണ് ഇത് എന്നുള്ളതാണ്. പക്ഷെ ഇതൊരു സംവിധായകൻ ഇട്ട പേരാണെന്നുള്ളത് ഞാൻ ഇപ്പോഴല്ല മനസ്സിലായത്. ഇങ്ങനെ മലയാള സിനിമയിൽ സംവിധായകർ കൊടുത്ത പേരിൽ അറിയപ്പെട്ട ഇഷ്ടംപോലെ നടിമാരുണ്ട് അല്ലേ? മീര ജാസ്മിനൊക്കെ അങ്ങനെ അറിയപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ നവ്യ നായർ, ഇവരുടെയൊക്കെ ശരിക്കുള്ള പേര് വേറെ എന്തൊക്കെയാണ്. ഇതെല്ലാം ഇവർക്ക് ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം കിട്ടിയ പേരാണ്. അതേപോലുള്ള ഒരു പേരാണ് ഉഷ എന്നുള്ളത്. എന്തായാലും അതൊരു പുതിയ അറിവാണ് കേട്ടോ. ഇതൊരു ബാക്കി വെച്ച് നോക്കാം. 1988 ശ്രീ ബാലചന്ദ്ര മേനോൻ സാർ മലയാള സിനിമയിൽ എന്നെ നായികയായി പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഇട്ട പേരാണ് ഉഷ ഹസീന അനീഫ് എന്ന്. ഞാൻ അന്ന് മുതൽ ഉഷ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ശ്രീ ബാലചന്ദ്ര മേനോൻ സാർ അദ്ദേഹം പരിചയപ്പെടുത്തുന്ന നായികമാരുടെ എല്ലാ
പേരുകളും മാറ്റിയിട്ടുണ്ട്. അല്ലാതെ ഹിന്ദുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പേര് മാറ്റിയിട്ടില്ല, മതവും മാറിയിട്ടില്ല. പുനർവിവാഹം ചെയ്തപ്പോൾ ഹസീന എന്ന പേര് ചേർത്തിട്ടുമില്ല. ശരിയാണ്, ചിലർക്ക് ഞാൻ ഉഷയും ചിലർക്ക് ഞാൻ ഹസീനയുമാണ്. എന്റെ വീട്ടുകാരും എനിക്ക് അടുപ്പമുള്ള ചലച്ചിത്ര പ്രവർത്തകരും എന്റെ നാട്ടുകാരും ഇപ്പോഴും എന്നെ ഹസീന എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി ഞാൻ എന്റെ ഭർത്താവും ഭർത്താവിന്റെ കുടുംബവുമായി വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അന്തസ്സോടെയും തന്നെയാണ് ജീവിക്കുന്നത്. അല്ലാതെ എന്റെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കുന്നു, എന്നെ സംരക്ഷിക്കുന്നില്ല, ചെലവിന് തരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ സഹപ്രവർത്തകരുടെ അടുത്ത് പരാതിയുമായി കരഞ്ഞു പറഞ്ഞിട്ടില്ല. പിരിയുകയാണ്, ഇനി ഒറ്റയ്ക്കാണ് ജീവിതം എന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യേണ്ട ഗതികേട് എനിക്കുണ്ടായിട്ടില്ല. അത് മനസ്സിലായോ? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഭർത്താവുമായി പിരിയാൻ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റ് ലക്ഷ്മിപ്രിയ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെ കുറിച്ചാണ് ഉഷ ഇപ്പോൾ പറഞ്ഞു വെച്ചത്. നമുക്ക് എന്തായാലും ബാക്കി അയച്ചു നോക്കാം. ഇത്തരം ലീലാവിലാസങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണെന്ന് അറിയാമല്ലോ. വലിയ വലിയ തള്ളുമ്പോൾ ഇടയ്ക്കിടെ പൊന്നമ്മ ബാബുവിനെയും KPSC ലളിതയെയും ഭാഗ്യലക്ഷ്മിയെയും ഒക്കെ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. യോദ്ധാവിന്റെ ഇന്നത്തെ പോസ്റ്റിന് വേണമെങ്കിൽ ഒരു ഡിഫോമേഷൻ ഫയൽ ചെയ്യാൻ സ്കോപ്പ് ഉണ്ട്. പക്ഷെ എന്റെ കയ്യിൽ കെട്ടിവെക്കാൻ 1 കോടി രൂപ ഒന്നും ഇല്ലേ? നമ്മൾ പാവപ്പെട്ടവളാണ്. രോദനം ഇനിയും തുടരും. എന്നും PR വർക്ക് ഉണ്ടാവുമെന്ന്, സൈബർ അറ്റാക്ക് ഉണ്ടാവുമെന്ന് മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. നടക്കട്ടെ. പിന്നെ നമ്മൾ ചോദിച്ച ശരിയായ കണക്കിന് കാര്യം മറക്കണ്ട. കള്ളക്കണക്കിന് തെളിവുകൾ മുന്നിൽ പതറി ഓടിയിട്ട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് കയർക്കുന്ന ആ പതിവ് പരിപാടി ഇവിടെ വേണ്ട. വ്യക്തമായ കണക്ക് പറഞ്ഞ് മറുപടി നൽകാൻ കാണിക്കാത്ത ഈ അമാന്തം താങ്കളുടെ യഥാർത്ഥ മുഖം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ഓർക്കുക, ഇതുപോലെ കാര്യം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. അന്ന് ഓടി ഒളിക്കാൻ ഒരു ഡവും കാണില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു മറുപടി തരാൻ താല്പര്യമില്ല. അത് നിങ്ങൾ അർഹിക്കുന്നുമില്ല. ഈ അവസാനം പറഞ്ഞത് ലക്ഷ്മിപ്രിയ അമ്മയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ച സാഹചര്യത്തിൽ, ഇവരെന്തോ ജനറൽ ബോഡി യോഗം വിളിച്ച സാഹചര്യത്തിൽ വാർഷിക കണക്ക് അവതരിപ്പിക്കാൻ പറ്റാതാവുകയും അത് കാരണം രാജിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ചാണ് അവസാനം സംസാരിച്ചത്. ബാക്കിയെല്ലാം പേഴ്സണൽ മാറ്റേഴ്സ് ആണ്. എന്തായാലും നല്ല കണക്കിനുള്ള മറുപടി ലക്ഷ്മിപ്രിയക്ക് ഉഷ കൊടുത്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ തന്നെ വേണം. സംഭവം ശരിയൊക്കെ തന്നെയാണ്. ലക്ഷ്മിപ്രിയ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഒരുപാട് ട്രോമാസ് അനുഭവിച്ചിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ ലക്ഷ്മിപ്രിയയുടെ വായിൽ നിന്ന് ഇടയ്ക്കിടെ വരുന്ന ഈ വിഷം ചീറ്റുന്ന വാക്കുകൾ ഒന്നും വേണ്ട. നമ്മൾ ലക്ഷ്മിപ്രിയയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ വായിച്ച പോസ്റ്റുകളിൽ പോലും നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഉഷ ഹസീൻ എന്ന പേരിൽ പോലും വർഗീയത കണ്ടെത്താൻ ശ്രമിച്ച ആളാണ് ഈ പറയുന്ന ലക്ഷ്മിപ്രിയ. അതിനുള്ള ചുട്ട മറുപടി ഉഷ കൊടുക്കുകയും ചെയ്തു. അത് വേറെ കാര്യം. എന്തായാലും ഇങ്ങനെ എല്ലാത്തിനും വർഗീയത കണ്ടെത്തുന്ന പ്രവണത വളരെ മോശം തന്നെയാണ് ലക്ഷ്മിപ്രിയ. പറയാതെ വയ്യ. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. ഇതുവരെ കിട്ടിയതൊന്നും പോരെ. അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.